ക്രിക്കറ്റ് ലോകത്തെ വിസ്മയം സച്ചിൻ ടെണ്ടുൽക്കറുടെ ജീവിതകഥ ഒരു കൊച്ചു സുന്ദരമായ കഥ പോലെ നമുക്ക് കേൾക്കാം. മുംബൈയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ 1973 ഏപ്രിൽ 27 സച്ചിൻ ജനിച്ചത്. ഒരു സാഹിത്യകാരനായ അച്ഛൻ്റെയും സ്നേഹനിധിയായ അമ്മയുടെയും മകനായി വളർന്ന സച്ചിൻ കുട്ടിക്കാലത്ത് ഒരല്പം കുസൃതിയായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ സച്ചിൻ വലിയ വികൃതിയായിരുന്നു. ഒരിക്കൽ ഒരു മരത്തിൽ നിന്ന് വീണ സച്ചിനെ നേർവഴിക്ക് കൊണ്ടുവരാനാണ് ചേട്ടൻ അജിത് ടെണ്ടുൽക്കർ അവനെ ക്രിക്കറ്റ് കോച്ചായ രാമകാന്ത് അജ്രേക്കറുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. ആദ്യത്തെ ദിവസം കോച്ചിന് മുന്നിൽ കളിച്ചപ്പോൾ സച്ചിൻ പേടിച്ച് മോശമായാണ് കളിച്ചത്. എന്നാൽ സച്ചിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന അജിത് കോച്ചിനോട് പറഞ്ഞു, സാർ, നിങ്ങൾ ദൂരെ മാറി നിന്ന് ഒന്ന് നോക്കൂ, അവൻ നന്നായി കളിക്കും. അജിത് പറഞ്ഞത് ശരിയായിരുന്നു. കോച്ച് മാറി നിന്ന് നോക്കിയപ്പോൾ സച്ചിൻ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്തു. അതായിരുന്നു ആ ഇതിഹാസത്തിൻ്റെ തുടക്കം. പരിശീലനത്തിനിടയിൽ അജ്രേക്കർ സ്റ്റാർ സ്റ്റമ്പിന് മുകളിൽ 1 രൂപയുടെ നാണയം വെക്കുമായിരുന്നു. സച്ചിനെ ഔട്ടാക്കുന്ന ബൗളർക്ക് ആ നാണയം ലഭിക്കും. എന്നാൽ ആരും ഔട്ടാക്കിയില്ലെങ്കിൽ അത് സച്ചിന് സ്വന്തം. സച്ചിൻ്റെ കയ്യിൽ അങ്ങനെയുള്ള 13 നാണയങ്ങളുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളായിട്ടാണ് സച്ചിൻ ഇതിനെ കാണുന്നത്. ക്രിക്കറ്റ് മൈതാനത്തെ ആവേശമായിരുന്ന സച്ചിൻ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് അപ്രതീക്ഷിതമായാണ്. 1990 മുംബൈ എയർപോർട്ടിൽ വെച്ചാണ് സച്ചിൻ ആദ്യമായി അഞ്ജലിയെ കാണുന്നത്. സച്ചിൻ അന്ന് വളർന്നു വരുന്ന താരം മാത്രമായിരുന്നു. അഞ്ജലി ഒരു ഡോക്ടറായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് പരസ്പരം ഇഷ്ടമായി. ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെ അഞ്ജലി സച്ചിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. 5 വർഷത്തെ പ്രണയത്തിന് ശേഷം 1995 അവർ വിവാഹിതരായി. അർജുൻ, സാറ എന്നിങ്ങനെ 2 മക്കളാണ് അവൾക്കുള്ളത്. 16-ാം വയസ്സിൽ പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ വക്കാർ യൂനിസിൻ്റെ പന്ത് കൊണ്ട് സച്ചിൻ്റെ മൂക്ക് പൊട്ടി രക്തം വന്നു. എല്ലാവരും കളമിടാൻ പറഞ്ഞെങ്കിലും മേൻ ഗേലുങ്ക, ഞാൻ കളിക്കും എന്ന് സച്ചിൻ ഉറപ്പിച്ചു പറഞ്ഞു. ആ വാശി സച്ചിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാക്കി. 100 സെഞ്ചുറികളും ലോകകപ്പ് വിജയവും ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ സച്ചിൻ 2013 ക്രിക്കറ്റിനോട് വിട പറഞ്ഞു. രാജ്യം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബഹുമതിയായ ഭാരത് രത്ന നൽകി ആദരിച്ചു.